സംസ്ഥാനത്ത് വ്യാപക മഴ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ബാക്കി 4 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ തീവ്രത കൂടും എന്നാണോ റിപ്പോർട്ട്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, തീർച്ചയായും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് 10 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. ബാക്കി 4 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. അറബിക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ അവിടെ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. വരും ദിവസങ്ങളിലും, അതായത് 5 ദിവസം ശക്തമായി തന്നെ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അഭിലാഷ്, വളരെ ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ളതാണ്. 10 ജില്ലകളിൽ ആണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. മഴ ശക്തി പ്രാപിച്ചാൽ ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കരയിൽ കനത്ത മഴയെ തുടർന്ന് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. MC റോഡിന് സമീപത്തെ ഇട റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പുലമൺ തോടിന് സമീപത്തുള്ള വീടുകൾക്ക് ചുറ്റിലും വെള്ളം കയറി. മലപ്പുറം പോരൂരിൽ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. ടാപ്പിംഗ് തൊഴിലാളിയായ മഞ്ചേരിക്കുരിക്കൽ ഷാഹിദ് ആണ് ജോലി ചെയ്തിരുന്ന പാണ്ടിക്കാട് വള്ളുവങ്ങാട് തറിപ്പടിയിൽ വെച്ച് മിന്നലേറ്റ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30 അപകടമുണ്ടായത്. 45 വയസ്സായിരുന്നു. ശക്തമായ മഴയിൽ കാസർഗോഡ് തൃക്കരിപ്പൂർ ഈയക്കാട്ട് കിണർ തകർന്നു. ഈയക്കാട്ടെ VP ദേവിയുടെ കിണർ ആണ് തകർന്നത്. ഇന്നലെ രാത്രി 8:30 സംഭവം. വലിയ ശബ്ദത്തോടെ കിണർ മുഴുവനായും താഴ്ന്നു പോവുകയായിരുന്നു. രാത്രിയിൽ വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് കിണർ താഴ്ന്നു പോയത്. കല്ലും മണ്ണും നിറഞ്ഞ് കിണർ മൂടിയ നിലയിലാണ് ഇപ്പോൾ.